നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മൾ എന്താ പറയുക, ഓണം കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നത്. പക്ഷേ ഓണത്തിന് മുമ്പ്, വളരെ മുമ്പ് ഇത് ഷൂട്ട് ചെയ്യുകയാണ്. കാരണം ന്യൂ ടി വിയിലെ എല്ലാ സ്റ്റാഫുകളും അവരുടെ വീടുകളിൽ പോകും. കൂത്താട്ടുകുളത്തും വയനാട്ടിലുമൊക്കെയാണ് സ്റ്റാഫുകൾ താമസിക്കുക, സ്വന്തം വീട്. അപ്പോൾ അവരൊക്കെ ഒന്നാം ഓണത്തിന് മുമ്പ് പോകും. പിന്നെ അവർ നാലാം ഓണം കഴിഞ്ഞ് വരാമെന്ന് പറയും. പക്ഷേ അവിടുന്ന് ട്രെയിനോ ബസ്സൊക്കെ കിട്ടി വയനാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വാരഫലം വരെയുള്ളത്, ഞായറാഴ്ച 7-ാം തീയതി വരെയുള്ളത് മുൻകൂട്ടി ഷൂട്ട് ചെയ്യുകയാണ്. ഒന്നും സംഭവിക്കില്ലായിരിക്കാം. ഇതിനിടയിൽ വാരഫലത്തിൽ കൊടുക്കേണ്ട എന്തെങ്കിലും ഈ ആഴ്ചത്തെ സംഭവങ്ങൾ നടന്നാൽ ഇതിലുണ്ടാവില്ല. അത് നമ്മൾ അടുത്ത ആഴ്ചത്തിൽ പറയാം. എനിക്ക് ഒളിച്ചു വയ്ക്കാൻ വയ്യാത്തതുകൊണ്ടാണ് സത്യസന്ധമായി നിങ്ങളോട് പറഞ്ഞത്. തിരുവോണ സദ്യയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് 4-ാം ഓണത്തിനാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും സിനിമ വാരഫലത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. എത്ര കൊണ്ടാലും പഠിക്കാത്തവരുണ്ട്. അത് എന്താ പറയുക, നമുക്കിടയിൽ ഒരുപാട് പേര് അങ്ങനെ എത്ര കൊണ്ടാലും പഠിക്കാത്തവരുണ്ടെന്ന് തന്നെ പറയാം. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളിനി എന്തൊക്കെ പണി വിചാരിച്ചാലും നന്നാവില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സിനിമ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യനെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു മീഡിയം തന്നെയാണ്. സിനിമാക്കാരോട് പൊതുജനം പറയുന്ന പുച്ഛത്തോടെ സിനിമാക്കാരെ പറ്റി സംസാരിക്കും. മനസ്സിലെന്നാൽ ആരാധനയും സിനിമയിലെത്താൻ ആഗ്രഹവും മമ്മൂട്ടിയും മോഹൻലാലും മഞ്ജു വാര്യരും ആകാനുള്ള മോഹവും ഭൂരിപക്ഷം പേർക്കും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ പറയില്ല. ജാടയ്ക്ക് ഇല്ല എന്നൊക്കെ നമ്മളുടെ പറയുള്ളൂ. സിനിമയാ, എന്നെ കിട്ടുന്നില്ല എന്നൊക്കെ പറയും. അത് ജാടയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അമ്മയുടെ ജനറൽ ബോഡിക്ക് ലോൺ എടുത്തിട്ടാണെങ്കിലും പട്ടിപ്പലിശയ്ക്ക് എടുത്തിട്ടാണെങ്കിലും സ്വന്തമായി വാങ്ങുന്ന വില കൂടിയ കാറിൽ വന്നിറങ്ങുന്ന നടീനടന്മാരെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അതിൻ്റെ പുറകെ നടന്ന് ഷൂട്ട് ചെയ്ത് വായ്നോക്കികളായ ചില യൂട്യൂബർമാർ ഇടുന്നത് എന്തുകൊണ്ടാണ്? ഓരോ കാർ വന്നിരിക്കുന്നു, ക്യാമറ ഓടിച്ചെല്ലുന്നു, അതിൽ നിന്ന് ഒരാൾ വളരെ സ്ലോ മോഷനിൽ ഇറങ്ങുന്നു, ജാടകളൊക്കെ കാണിച്ച് എല്ലാവരും നോക്കി വിഷൊക്കെ ചെയ്ത് പോകുന്നു. അടുത്ത കാർ ദൂരിൽ നിന്ന് വരുന്നു, അതിൻ്റെ ലോങ് ഷോട്ട്, അടുത്ത് വന്നപ്പോൾ ടൈറ്റൊക്കെ എടുത്ത് ഈ യൂട്യൂബർമാർ പെറ്റിടക്ക് പോലെ അവിടെ കിടന്ന് കാണിക്കുന്നു. വിളിക്കാതെ തന്നെ ചെന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കാണാൻ ആളുണ്ട്. പക്ഷേ ആ കാറ് ലോണിനെടുത്തിനാണ്, ബ്ലൈഡ് പലിശക്കെടുത്തതാണോ ലോണിലെടുത്തതാണോ ആരെങ്കിലും പറ്റിച്ച് വാങ്ങിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്നാലും അത് കാണാനൊരു രസമാണ്. ഇത് കാണാൻ ഞങ്ങളെക്കാൾ വലിയ വായ്നോക്കികളുണ്ടെന്ന് യൂട്യൂബർമാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ കഷ്ടപ്പെട്ട് വിളിക്കാത്തടത്ത് പോയി ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അമ്മയുടെ ജലപാടിയൊക്കെ നടക്കുന്നിടത്ത് ഈ കാറിൽ വന്നിറങ്ങുന്നത് മാത്രം ഒരു സ്റ്റോറി, ഒരു 6-7 മിനിറ്റ്. അത് 1,00,000 പേരൊക്കെയല്ലേ ഒരു ദിവസം കാണണ്ടേ? കാരണം ജനത്തിന് അതൊക്കെ മതി. ഈ വീഡിയോ കാണുന്നവനൊക്കെ വെള്ളമിറക്കും ഇതുപോലെ ഒരു കാറിൽ, വില കൂടിയ കാറിൽ ചെന്നിറങ്ങാമായിരുന്നു ഒരു സിനിമാ നടനോ നടിയോ ആയെങ്കിലെന്ന് തീർച്ചയായിട്ടും ആ വീഡിയോ കാണുന്നതിൽ ഭൂരിപക്ഷം പേരും ചിന്തിക്കും. ഇതുപോലെ നമുക്കും പോയി ഇറങ്ങായിരുന്നു എന്ന് ചിന്തിക്കും. നല്ല വെളിച്ചത്തിലാണല്ലോ സിനിമ ഷൂട്ട് ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത്. നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന ലോകത്തിലെ ഏക കലാരൂപവും സിനിമയാണ്. അതിനാൽ തന്നെ ഈ ഫീൽഡിന് എല്ലാ കൊള്ളരുതായ്മയും ഉണ്ട് എന്ന് ഞാൻ പറയും. എല്ലാ കൊള്ളരുതായ്മയുടെയും വിളനിലമാണ് സിനിമ. നിങ്ങളെ ഞങ്ങൾ മഞ്ജു വാര്യരാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് കല്യാണിയാണല്ലോ, കല്യാണിയാക്കാം എന്നൊക്കെ പറഞ്ഞ് പെമ്പിള്ളേരുടെ മാനവും മാലയും പണവും അടിച്ചു മാറ്റുന്ന സിനിമാക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് എംബോക്കികളുള്ള നാടാണ് കേരളം. അവരുടെ ചതിയിൽ പോയി വീഴരുത് എന്ന് നമ്മുടെ ചാനലിൽ തന്നെ ഞാനൊരു 100 വട്ടം ഉദാഹരണ സഹിതം
പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആര് കേൾക്കാൻ? എൻ്റെയും മോളുടെയും ചാരിത്രമോ എന്ത് തേങ്ങ കൊലയോ എടുത്തോ സാറേ. സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. മോളെ മഞ്ജു വാര്യറാക്കിയില്ലെങ്കിലും ഒരു താരമാക്കി താ സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ പറയുന്ന, എന്തിനും തയ്യാറാവുന്ന അമ്മമാരും ചേച്ചിമാരും മലയാളികളായി ഉണ്ട് എന്നുള്ളത് തെളിവ് സഹിതം എനിക്ക് പറയാൻ കഴിയും. എനിക്ക് അനുഭവ സാക്ഷിയുണ്ട്. അങ്ങനെ അമ്മയും മകളും അല്ലെങ്കിൽ ചേച്ചിയും അനുജത്തിയും ഒക്കെ ഒരു റൂമിൽ ഒന്നിച്ച് സഹശയനം നടത്തുന്നത്. ഇവരുടെ ഇല്ലായ്മകളെ, അത്യാഗ്രഹത്തെ, സ്വപ്നങ്ങളെ മുതലെടുക്കാൻ സിനിമാക്കാരൻ എന്ന് പറഞ്ഞു നടക്കുന്ന അലവലാദികൾക്ക് അറിയാൻ നന്നായിട്ട്. ഇവർ വീഴും എന്ന് ആദ്യത്തെ വർത്തമാനത്തിൽ തന്നെ മനസ്സിലാവും. വല്ല ഫ്ലാറ്റിലോ ഗസ്റ്റ് ഹൗസിലോ വിളിച്ചു വരുത്തി വരുന്നവനും പോകുന്നതിനും ഒക്കെ രണ്ടിനെയും ഉപയോഗിച്ച് ഒരു ഡേറ്റും പറഞ്ഞങ്ങ് വിടും. നമ്മൾ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടാവും, അത് അറിയിക്കാം. അത് കഴിഞ്ഞാൽ ഇത് അടുത്ത മാസമാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അറിയിക്കാം. വരുമ്പോൾ അച്ഛനും അമ്മയും മോളും എല്ലാം കൂടെ വന്നോളൂ എന്നൊക്കെ പറയും. പക്ഷേ ഇവന്മാർ കാണിക്കുന്നത് ശുദ്ധ പോക്കൃത്തലമാണ്. 5 വർഷം കഴിഞ്ഞാലും യവൻ്റെ ഫോൺ പിന്നെ എടുക്കുകയില്ല, അല്ലെങ്കിൽ ആ ഫോൺ അതോടെ ചത്തുപോകും. കാര്യം കഴിഞ്ഞാൽ ചത്തുപോകും. പിന്നെ ആ നമ്പർ കാണില്ല, വേറൊരു നമ്പർ എടുക്കും. നമ്പർ കൊണ്ടാണ് പലരും ജീവിക്കുന്നത്. ഫോൺ എടുത്താൽ പിന്നെ അതിനെ നേരം കാണും. ഒന്നുകിൽ ഈ ചതിക്കപ്പെട്ട പെണ്ണ് മനോരോഗിയാകും, ഇല്ലേൽ നല്ല വ്യഭിചാരിയാകും, ആൽബം നടി എന്ന മറയുണ്ടാക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ആൽബം നടി എന്നുള്ള പേര് വെച്ച് ലംബോഗിനി വരെ വാങ്ങും. എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു പോട്ടൻ ഇവളെ കെട്ടും, 2 പിള്ളേരെ ഉണ്ടാക്കി അവനങ്ങ് മുങ്ങും. ഇവള് പിന്നെ പട്ടണത്തിലേക്ക് ഇറങ്ങും. എന്തിനൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിതൊക്കെ പറയാൻ കാരണം, എന്നെ ഇന്ന് ബഹറിൽ നിന്ന് ഒരാൾ വിളിച്ചു. ബഹറിൽ നിന്ന് അയാളുടെ സുഹൃത്ത് ബോംബെയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ജില്ല, സ്ഥലം, എല്ലാ ഡീറ്റെയിലും പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്. ഭാര്യയും ഒരു കുട്ടിയുമുണ്ട് ഈ ബോംബെയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരന്. ഭാര്യയ്ക്ക് ഒരേ നിർബന്ധം, സിനിമാ നടിയാവണം. എന്നാൽ ഭർത്താവിന് അത് ഇഷ്ടവുമല്ല. അതൊന്നും വേണ്ട, നീ വീട്ടിൽ മര്യാദയ്ക്ക് എന്നെയും കൊച്ചിനെയും നോക്കി കഴിഞ്ഞാൽ മതി എന്നുള്ള തരക്കാരനാണ്. മലപ്പുറത്ത് നിന്ന് ഒരുത്തൻ പുതുമുഖങ്ങളെ കണ്ടെത്താനെന്നാണ് പറഞ്ഞത്, റാഞ്ചാനാണെന്ന് പറയേണ്ടത്, ബോംബെയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നടന്ന സംഭവം, ഇന്ന് വിളിച്ച ഫോൺ കോളാണ് ഞാൻ ഈ പറയണേ. എങ്ങനെയോ ഈ പെണ്ണിന് ഇങ്ങനെ ഒരുത്തൻ സിനിമ നായികയെ റാഞ്ചാനായിട്ട്, സ്ക്രീൻ ടെസ്റ്റ് എന്നൊക്കെയല്ലേ പറഞ്ഞത്, സ്ക്രീൻ ടെസ്റ്റ് എന്താ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുകളുണ്ടല്ലോ ഇപ്പോൾ. അങ്ങനെ ഇവ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഈ പെണ്ണറിഞ്ഞു. അവൾക്ക് സംവിധാന സിംഹത്തെ കാണാൻ പോയേ പറ്റൂ. ഭർത്താവിനാണെങ്കിൽ സമ്മതമില്ല. കാരണം മലയാള സിനിമയിലെ ജോഷി സാറിൻ്റെയും മോള് നിൽക്കുന്ന ഒരു എംബോക്കിയാണ് വന്നിരിക്കുന്നതെന്നാണ് ഈ പെണ്ണ് വിചാരിച്ച് വെച്ചേക്കണേ. അയാൾ ജോലിക്ക് പോയി, നീ കൊച്ചിനെയൊക്കെ നോക്കിയിരുന്നുകൊണ്ട് അയാൾ പോയി. അവൾ കുറേ തുണിയും മണിയൊക്കെ ഒരു ബാഗിലാക്കി അവളും പോയി. ആലോചിക്കുക, കുട്ടി അനാഥ പോലെ, ആരുമില്ല കുട്ടിക്ക്. ബഹറിൻകാരൻ എന്നെ വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു. അവളുടെ പേരും നാളും കേരളത്തിലെ വിലാസവും ഒക്കെ പറഞ്ഞു. പക്ഷേ സാറേ, ഇതൊന്നും പുറത്തറിയിക്കരുത്, നാണക്കേടാണ് സാറേ. അയാൾ പറയുക, ഒരു പക്ഷേ അവൾ തിരിച്ചു വന്നാൽ പേരൊക്കെ കൊടുത്താൽ പ്രശ്നമായില്ലേ, അതുകൊണ്ട് കഴിയുന്ന സഹായം മാത്രം സാർ ചെയ്താൽ മതി, പേരൊന്നും പറയരുത്. തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ബോംബെ പോലീസിൽ പരാതി കൊടുക്കാൻ നിൻ്റെ സുഹൃത്തിനോട് പറ. ബോംബെ വിട്ടിട്ടില്ലെങ്കിൽ ആ നമ്പർ വെച്ച് ട്രേസ് ചെയ്ത് പോലീസ് പിടിക്കും. നാട്ടിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടിലും അറിയിക്കുക. അല്ലെങ്കിൽ ഭർത്താവിന് സമീപഭാവിയിൽ പാരയാവാം. കാരണം ഈ ഭാര്യ വീട്ടുകാർ പറയും ഇവ അടിച്ചു വന്ന് അവിടെ കടലിൽ കൊണ്ട് തള്ളി എന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷേ അതിനൊന്നും ഭർത്താവ് സമ്മതമല്ല. ഭർത്താവ് താടിക്ക് കൈ കൊടുത്ത് വീട്ടിൽ ഇരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ. ഞാനപ്പോൾ തന്നെ, ഞാൻ പിരിഞ്ഞു പോയ സംഘടനയാണെങ്കിൽ പോലും ഫെഫ്കയിൽ വിളിച്ചു. ഫെഫ്കയിൽ വിളിച്ചിട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എന്താ പറയുക, വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആയ സോഹൻ സീനുലാലിനെ വിളിച്ചിട്ട് ഞാൻ ഈ സംവിധാന പ്രതിഭയുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തു. അപ്പോൾ എന്നെ തിരിച്ച് വിളിക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ സീന് വിളിച്ചു. ഫെഫ്കയിൽ അംഗത്വമില്ല, എന്നാലും നമുക്ക് അന്വേഷിക്കാം. അവൻ ബോംബെയിലൊക്കെ പോയിട്ട് വന്നിട്ട് സിനിമ ചെയ്യുകയാണെങ്കിൽ, ഞാൻ സിനിമയുടെ പേരും എല്ലാം കൊടുത്തിട്ടുണ്ട്, നമുക്കത് ബ്ലോക്ക് ചെയ്യാം, തിയേറ്ററിൽ എത്താതെ ആക്കാം, അത് ഞങ്ങൾ നോക്കിക്കോളാം. എന്തെല്ലാം ഡീറ്റെയിൽ കിട്ടുമോ അതെല്ലാം ചേട്ടൻ അപ്പോഴപ്പോഴേ എനിക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ്
ഫോൺ വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മര്യാദയ്ക്ക് മാനമര്യാദയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ ഒരു കുട്ടിയുമായിട്ട് അന്തസ്സായിട്ട് ബോംബെയിൽ കഴിഞ്ഞിരുന്നതാണ്. ഏതോ ഒരു അലവലാതി മലപ്പുറത്തുനിന്ന് ചെന്നപ്പോൾ അവൻ്റെ കൂടെ, അവൻ്റെ പേര് നാളും ഫോട്ടോ എല്ലാം എൻ്റെ ഉണ്ട്, നോക്കട്ടെ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയട്ടെ. കാരണം ഈ എന്നെ വിളിച്ച ബഹ്റിൻകാരൻ പറയുന്നത്, ചേട്ടാ അതെല്ലാം കൂടെ ഇട്ട് നാറ്റരുത്, കാരണം അവൾ 10 ദിവസത്തെ പൊറുതി കഴിഞ്ഞ് തിരിച്ചു വന്നാലോ. ഞാൻ പറഞ്ഞു 10 ദിവസത്തെ പൊറുതി കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നാൽ ചവിട്ടി കൂട്ടണം, അല്ലാതെ നീ വന്നോ വാ നമുക്ക് കുഞ്ഞിനെ കരുതി വിട്ടുവീഴ്ച ചെയ്യാമെന്ന് വന്ന് കയറ്റരുത് എന്ന് ഞാൻ അവൻ്റെ മറുപടിയും പറഞ്ഞു. അടുത്ത കഥ, പണ്ടുള്ളവർ പറയും ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞമെന്ന്. പരമാർത്ഥമാണത്. നമുക്കൊരു ഉണ്ണിയെ കണ്ടാൽ അറിയാൻ പറ്റുമോ അവൻ്റെ ഊരിൽ പഞ്ഞമുണ്ടോ, അവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. പിണറായി സഖാവിൻ്റെ 2ാം മന്ത്രിസഭ വന്നപ്പോൾ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, അല്ലെങ്കിൽ ആഗ്രഹിച്ചു കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുമെന്ന്. ചുണ്ടിനും കപ്പിനും ഇടയിൽ മന്ത്രിസ്ഥാനം തകർത്തു, അതും സ്വന്തം സഹോദരി. ബാലകൃഷ്ണ സാറിൻ്റെ നിശ്ചലമായ ശരീരം കണ്ട് മടങ്ങുമ്പോൾ പിണറായി സഖാവ് ഗണേശൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം ചോദിച്ചത് എന്നോടൊപ്പം ഉണ്ടാവില്ലേ എന്നായിരുന്നു. അതിലെല്ലാ അർത്ഥവും അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മന്ത്രിസഭയിൽ താങ്കൾ ഉണ്ടാവണം എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ നടന്നില്ല. മന്ത്രിയാകാൻ പോകുന്നതിൻ്റെ പോകാൻ പോകുന്ന എൻ്റെ സഹോദരൻ്റെ ഗുണവധികാരം എല്ലാം പെങ്ങൾ പിണറായി കണ്ട് വിശദീകരിക്കുകയും മന്ത്രിയാക്കിയാൽ ഞാൻ പത്രസമ്മേളനം നടത്തി നാറ്റിക്കുമെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മംഗളകരമായി നടക്കുന്ന ഒരു ചടങ്ങിനെ കുളവാക്കാൻ നിന്ന് കൊടുക്കില്ലല്ലോ. അങ്ങനെ ഗണേശൻ്റെ മന്ത്രിസ്ഥാനം പോയി. ആൻ്റണി രാജുവിൻ്റെ ഭാഗ്യം തെളിഞ്ഞു എന്ന് പറയാം. ആ പോസ്റ്റിലേക്കാണ് ആൻ്റണി രാജു വന്നത് 2.5 വർഷത്തേക്ക്. ഒരു എതിർപ്പിനോ പ്രതിഷേധത്തിനോ നിൽക്കാതെ നിശബ്ദനായി ഗണേശൻ. 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഗണേശനെ പിണറായി വീണ്ടും മന്ത്രിയാക്കി. ഒരുപാട് സന്തോഷവും പിണറായിയോട് ബഹുമാനവും തോന്നി ഈ നടപടി കണ്ടപ്പോൾ. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യില്ല, സ്മൂത്തായിട്ട് പോവില്ല, ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വയ്ക്കും. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല, വാക്ക് പറഞ്ഞ് പാലിച്ചു. 2.5 വർഷം കഴിഞ്ഞപ്പോൾ ആൻ്റണി രാജുവിനെ മാറ്റി, പകരം ആൻ്റണി രാജുവിനെയും പിന്നെ ഒരു മന്ത്രിയും മാറ്റി. അബ്ദുറഹ്മാനോ ആരോ ഒരാളെയും കൂടെ മാറ്റിയിട്ടാണ് കടന്നപ്പള്ളിയും ഗണേശനെ എടുത്തത്. ഇടതുപക്ഷത്ത് CPM ഒരിക്കലും സാംസ്കാരിക വകുപ്പ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അത് സ്വന്തം സഹോദരന്മാരായ CPIക്ക് പോലും വിട്ടുകൊടുക്കില്ല. CPMന് അറിയാം ആ വകുപ്പിൻ്റെ ഗുണം. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള സർവേക്കല്ല് പോലുള്ള പുതിയ ആകാശം പുതിയ ഭൂമി പോലുള്ള നാടകങ്ങൾ, സാംബശിവനെ പോലെയുള്ള കെടാമംഗലത്തിനെ പോലുള്ളവരുടെ കഥാപ്രസംഗങ്ങൾ, മേദിനി ടീച്ചറും KPSC സുലോചനയും പോലുള്ളവർ പാടിയ പാട്ടുകളൊക്കെ കേരളത്തെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയ കാലം CPMന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് CPM വിട്ടുള്ളൊരു കളി ഒരിക്കലും ഉണ്ടാവില്ല. ഒരു മന്ത്രിസഭയിലും സാംസ്കാരിക വകുപ്പ് വിട്ടുകൊടുക്കില്ല ആർക്കും. TK രാമകൃഷ്ണനും MA ബേബിയും AK ബാലനും സജി ചെറിയാനും ഒക്കെ ആണല്ലോ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സാംസ്കാരിക മന്ത്രിമാരായത്. എന്നാൽ ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും ഒക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഘടകകക്ഷി അംഗമായിരുന്ന ഗണേശനും അതൊക്കെ TN ജേക്കബും ഒക്കെയാണ് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് ഒരിക്കലും സാംസ്കാരിക വകുപ്പിന് വേണ്ടി പിടിവാശി പിടിച്ചിട്ടില്ല. സിനിമ രംഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾക്കപ്പുറം സിനിമയിൽ ഒരു ചൊക്കും AK ബാലനോ സജി ചെറിയാനോ ചെയ്യാനായിട്ടില്ല. അത് ഗണേശൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൈടെക് തിയേറ്ററുകളും ഒക്കെ ഗണേശനാണല്ലോ കൊണ്ടുവന്നത്. അതിനപ്പുറം ഒരു ചെറുവിരൽ അനക്കാൻ 5 വർഷം AK ബാലനും കഴിഞ്ഞില്ല, ഇപ്പോൾ 4.5 വർഷമായിട്ട് സജി ചെറിയാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ അവർ അനുഭവിക്കുന്നു. ഗണേശൻ ഉണ്ടാക്കി വെച്ച അതിൻ്റെ ഗുണഫലങ്ങൾ അവർ അനുഭവിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഒന്നുമില്ലെങ്കിലും MA ബേബി സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് കൊണ്ടുവരികയും കലാകാരന്മാർക്ക് വല്ലപ്പോഴും ഒരു 1000 രൂപ വെച്ച് പെൻഷനും നൽകിയിരുന്നു. AK ബാലനായപ്പോൾ ദർശനമുള്ള ദീർഘവീക്ഷണമുള്ള P ശ്രീകുമാർ എന്ന സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വന്നപ്പോഴാണ് 1000 എന്നുള്ള ബേബി സഖാവിൻ്റെ 1000-ന് 4000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത്. പറയാൻ വന്നത്, സാംസ്കാരിക വകുപ്പ് നൽകിയില്ല എങ്കിലും സിനിമ മാത്രം ഗണേശന് നൽകുമെന്ന് എന്നെപ്പോലുള്ളവർ കരുതി. ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ഏതൊക്കെ വകുപ്പുകൾ കൊടുത്താലും ശരി, സാംസ്കാരിക വകുപ്പ് വിട്ടുകൊടുത്തില്ലെങ്കിൽ ശരി, സിനിമ മാത്രം ഗണേശൻ്റെ ഇരിക്കട്ടെ എന്ന് പിണറായി സഖാവ് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പിണറായിയുടെ തൊപ്പിയിൽ സിനിമയിൽ നിന്ന്
ചില തൂവലുകൾ കൂടി ഉണ്ടായനെ എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഗണേശൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന, എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. പകരം ഗണേശനും അച്ഛൻ ബാലകൃഷ്ണ സാറിനും സ്ഥിരമായി ഭരിച്ചിരുന്ന ഗതാഗതം നൽകി. ഗതാഗത വകുപ്പ് നൽകുമ്പോൾ ശമ്പളം കൊടുക്കാനാകാത്ത കടം കയറി മുടിഞ്ഞ വകുപ്പ് നൽകിയിട്ട് പോലും ഗണേശൻ കുലുങ്ങിയില്ല. ആയിക്കോട്ടെ ഞാൻ വിചാരിച്ച് വനം വകുപ്പായിരിക്കും കൊടുക്കുന്നതെന്ന്. കാരണം ബാലകൃഷ്ണ സാറും വനം വകുപ്പിൽ ഇരുന്നിട്ട് ഗണേശൻ എഴുതിയിട്ടുണ്ടല്ലോ. കൃത്യം ഡേറ്റിന് ശമ്പളം കൊടുക്കാനാവുന്നു. ഇപ്പോൾ ബോണസ് അടക്കം ഈ ഓണത്തിന് നൽകി. ഓണക്കാലത്ത് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഗതാഗത വകുപ്പിലെ അസ്വാരസ്യങ്ങൾ ഒന്നും തലപൊക്കാൻ ഇട നൽകാതെ സമാധാനമായി കടന്നുപോയി ഓണം. കഴിഞ്ഞ മാസം അവസാനം, ആഗസ്റ്റ് അവസാനം, തലസ്ഥാനത്ത് ട്രാൻസ്പോർട്ട് എക്സ്പോ നടന്നു. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന തിരുവനന്തപുരത്തുകാർ മാത്രമേ അത് കണ്ടിരിക്കാൻ ഇടയുള്ളൂ. കനകക്കുന്ന് കൊട്ടാരത്തിൽ 3 ദിവസമായിരുന്നു ട്രാൻസ്പോർട്ട് എക്സ്പോ. ഞാൻ സിന്ധുവും കൂടി എക്സ്പോ കാണാൻ ഒരു സന്ധ്യയ്ക്ക് പോയി. കനകക്കുന്നിൻ്റെ കവാടത്തിൽ KSRTC പുതുതായി ഇറക്കുന്ന ദീർഘദൂര ലക്ഷറി ബസ്സുകൾ നിരയായി ഇങ്ങനെ വളച്ചിങ്ങനെ ഇട്ടിരിക്കുക. പല വർണ്ണങ്ങളിൽ പല വലുപ്പത്തിൽ കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ, ആ ബസ്സുകളുടെ നിരയായി കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ അതിശയം തോന്നി. പ്രൈവറ്റ് ബസ്സുകാർ തരാതരം പോലെ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും മാംഗ്ലൂരിൽ നിന്നും ഒക്കെ കൊള്ളയടിക്കാറാണ് പതിവ്. പ്രത്യേകിച്ച് ഈ ഓണം പോലുള്ള ക്രിസ്മസ് പോലുള്ള കാലങ്ങളിൽ അവർ പറയുന്ന പൈസയല്ലേ അവർ വാങ്ങണം. ഫ്ലൈറ്റിൻ്റെ പൈസയൊക്കെ വാങ്ങിക്കളയും. ഇരുന്നും കിടന്നും വരാവുന്ന ബസ്സുകൾ, കണ്ടക്ടറില്ലാത്ത ബസ്സുകൾ ഒക്കെ വരികയാണ് KSRTCയിൽ. ബാറ്ററി ലോടുന്ന ബസ്സുകൾ ധാരാളമായി. ഒരു ബസ്സിൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ, സിന്ധു എടുത്തതാണ്, അതിൽ തൊടാൻ തോന്നുന്നില്ല സത്യത്തിൽ. ആ ബസ്സിലൊന്നും കൈവയ്ക്കാൻ അഴുക്കാവും, ബസ്സിൽ അഴുക്കാവും. എൻ്റെ കൈ അഴുക്കാവുമെന്നല്ല, ആ ബസ് അഴുക്കാവുമെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് ദേശീയ പതാകയുടെ കളറിൽ ബസ് ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന കണ്ടാൽ കൈവയ്ക്കാൻ പോലും തോന്നില്ല. അത്ര കൊതിപ്പിക്കുന്ന ബസ്സുകളാണ് ഗണേശൻ്റെ പുതിയ ഹൈടെക് ബസ്സുകൾ. ഓഞ്ഞ കളറുകളാണല്ലോ KSRTC ബസ്സുകൾക്കുണ്ടായിരുന്നത്. കണ്ടാൽ കഷ്ടം തോന്നും, കഴുകില്ല, തൂക്കില്ല, തുടക്കില്ല, അതൊക്കെ ആയിരുന്നു. പക്ഷേ അതെല്ലാം മാറി വരികയാണ്. സിറ്റി കാണാനുള്ള മേൽക്കൂരയില്ലാത്ത ഡബിൾ ഡെക്കർ അടക്കം KSRTC വികസനത്തിൻ്റെ പാതയിലാണ്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ചൂട് മുടിഞ്ഞു കിടന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഗണേശനെ പോലെ ഇച്ഛാശക്തിയുള്ള ഒരു മന്ത്രി വന്നപ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്കും ബോധ്യമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. മധുമുട്ടം. വർത്തമാനകാല മലയാള സിനിമയിലെ തിരക്കഥാകൃത്തുകളിൽ 2 പേരെ പറ്റി ഇടയ്ക്കിടെ ഞാൻ ആലോചിക്കാറുണ്ട്. മോഹൻലാലിനെ മനോഹരമായി അവതരിപ്പിച്ച സ്ഫടികം എഴുതിയ ഡോക്ടർ രാജേന്ദ്രബാബു സാറിനെയും മണിച്ചിത്രത്താഴ് എഴുതിയ മധുമുട്ടത്തെയും മധു സാറെന്നാണ് വിളിക്കേണ്ടത്. അദ്ദേഹവും അധ്യാപകനായിരുന്നു. 2 പേരെയും പരിചയപ്പെടാൻ എനിക്കിടയുണ്ടായിട്ടുണ്ട്. 2 പേരുടെയും വീടുകളിലും ഞാൻ പോയിട്ടുണ്ട്. രാജേന്ദ്രബാബു സാർ ചെന്നൈയിലാണ് താമസിക്കുന്നത്, ഫ്ലാറ്റിൽ. തിരക്കഥാരചന പഠിക്കുന്നവർക്ക് ഒരു സർവ്വവിജ്ഞാന കോശമായിട്ടെടുക്കാം സ്ഫടികത്തിൻ്റെയും മണിച്ചിത്രത്താഴിൻ്റെയും തിരക്കഥകളെന്നാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് പണിക്കൂറ തീർന്ന വർക്കുകളായിരുന്നു ഈ 2 സിനിമകളുടെയും. എന്തുകൊണ്ടാണ് എന്നറിയില്ല, ഇരുവർക്കും ഈ പറഞ്ഞ സിനിമകൾക്കപ്പുറം ഒരു രചന പിന്നീട് നടത്താനായില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഫാസിലിൻ്റെയും ഭദ്രൻ്റെയും മിടുക്കുകൊണ്ടാണോ, അതോ അവരെ പോലെ ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്ന തിരക്കഥാകൃത്തുക്കളെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധായകരെ കിട്ടാത്തതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഈ 2 പേരുടെ കയ്യിൽ നിന്നും സ്ഫടികം പോലെ മറ്റൊരു സിനിമയോ, സ്ഫടികം പോലെ എടുക്കണമെന്നല്ല, അതുപോലെ കരുത്തുറ്റൊരു കഥാപാത്രം വച്ചുള്ള സിനിമയോ, മണിച്ചിത്രത്താഴ് പോലെ എല്ലാം തികഞ്ഞ ഒരു സിനിമയോ പിന്നെ വന്നിട്ടില്ല. ഇവരിൽ ഒരാളെ നമുക്ക് തൽക്കാലം വിടാം. ബാബു സാർ എന്നും എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് സാറിനെ അങ്ങ് ഒഴിവാക്കാം. മധുമുട്ടത്തിനെ കാണാൻ ഒരു തവണ ഞാൻ മുരളീകൃഷ്ണ എന്ന സംവിധായകനോടൊപ്പമായിരുന്നു എൻ്റെ യാത്ര. മുരളീകൃഷ്ണയെ പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് സുന്ദരകില്ലാടി, ദിലീപ് നായകനായ മനോഹരമായ സുന്ദരകില്ലാടി സിനിമയെ ഞാൻ വിലയിരുത്തുന്നത് മനോഹരമായ സിനിമ എന്നാണ്. പിന്നെ ഒന്ന് മുരളീകൃഷ്ണ ചെയ്തത് ചന്ദാമാമയാണ്. ചന്ദാമാമയും നല്ല രസകരമായ സിനിമയായിരുന്നു. ജഗതി ഡെഡ് ബോഡിയായിട്ട് അഭിനയിച്ച സിനിമയായിരുന്നു. മധുമുട്ടത്തിനെ കാണാൻ പോയത് തൊട്ടാൽ പൊള്ളുന്ന ഒരു രാഷ്ട്രീയ വിഷയം
സിനിമയാക്കാമോ എന്ന് തിരക്കാനാണ്. അദ്ദേഹത്തിന് അത് കഴിയില്ല എന്ന് തുറന്നു പറയുമ്പോൾ പോലും നമുക്ക് അദ്ദേഹത്തോട് സ്നേഹം കൂടും. അയ്യോ, ഇത് എന്നെക്കൊണ്ട് കഴിയില്ല, ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്താൽ നന്നാവില്ല, എൻ്റെ ഉള്ള സബ്ജക്റ്റുകൾ ഞാൻ പറയാം, അത് വല്ലതും വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ തുറന്നു പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം. മണിച്ചിത്രത്താഴിലെ അന്തരീക്ഷം പോലുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞു വീട്, അവിടെ 74 വയസ്സിലും ഒറ്റയ്ക്കുള്ള ജീവിതമാണ് മധുമുട്ടത്തിൻ്റേത്. ഒരു താപസൻ്റെ ശീലങ്ങൾ എന്ന് പറയാം. സ്വന്തമായി ചായയൊക്കെ ഇട്ട് ഞങ്ങൾക്ക് തന്നു 2 പേർക്കും. അമ്മ മരിച്ച ശേഷം ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ശാന്തതയും സന്തോഷവുമുള്ള ജീവിതമാണ് അദ്ദേഹം ഇപ്പോൾ നയിക്കുന്നത്. ഈ വഴിക്ക് വരാൻ ആരുമില്ല എന്ന് തനിക്ക് നന്നായി അറിയാമെന്ന് എഴുതി വെച്ച മനുഷ്യ ജീവിതവും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം എഴുതിയ മനോഹരമായ പാട്ടിൽ ഇതാണല്ലോ അർത്ഥം, ഈ വഴിക്ക് ആരും അധികം വരാനില്ല എന്നാണല്ലോ. നാടകം എഴുതിയും അഭിനയിച്ചും കൊണ്ടാണ് ഈ ഹരിപ്പാട്ടുകാരൻ്റെ തുടക്കം എന്നറിഞ്ഞാൽ ഇദ്ദേഹത്തിന് അഭിനയവും വശമുണ്ടോ എന്ന് നമുക്ക് തോന്നും. പ്രശസ്തമായ തറവാടാണ് ആലുമുട്ടിൽ തറവാട്. ഈഴവ സമുദായത്തിലെ ഒരു പ്രബല തറവാടാണ്. അവിടുത്തെ ഏക മകനാണ്. TKM കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജ് മാഗസീനിൽ ഒരു ഉഗ്രൻ കഥ എഴുതി. അത് വായിച്ച മലയാളം പ്രൊഫസർ സാധാരണ മധുവിനെ മധുമുട്ടമാക്കി മാറ്റി. കുറച്ചു കാലം അധ്യാപക വൃത്തി അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിന് യോജിച്ച പണിയാണ് അധ്യാപക വൃത്തി എന്ന് ഞാൻ പറയും. കാരണം ഒരു മാഷ് ക്ലാസ് എടുക്കുമ്പോഴാണ് നമ്മളോട് സംസാരിക്കുന്നത്. കുങ്കുമം വാരിയിൽ സർപ്പം തുള്ളൽ എന്ന പേരിലൊരു കഥ എഴുതി. അതാണ് ഫാസിൽ സംവിധാനം ചെയ്ത എന്നെന്നും കണ്ണേട്ടൻ. കൈതപ്പുറം ദാമോദരൻ നമ്പൂരി ആദ്യമായിട്ട് സിനിമയ്ക്ക് പാട്ടെഴുതിയതും എന്നെന്നും കണ്ണേട്ടനിലാണ്. പൂവട്ടക ചിന്നി ചിന്നി എന്നുള്ള പാട്ടൊക്കെ ഉള്ള നല്ല രസമുള്ള പാട്ടുകളായിരുന്നു. ഫാസിൽ നിർമ്മിച്ച് കമൽ സംവിധാനം ചെയ്ത കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ, അതിൻ്റെയും കഥ മുട്ടത്തിൻ്റേതായിരുന്നു. അമ്മ പറഞ്ഞു കൊടുത്ത കഥകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതായിരുന്നു മാടമ്പള്ളി മേടയും തെക്കിനിയിലെ തമിഴത്തിയും ഗംഗയും സണ്ണിയും നകുലനും കാട്ടുപറമ്പനുമല്ല. മണിച്ചിത്രത്താഴിലെ കഥാപാത്രങ്ങളാണല്ലോ ഇവരെല്ലാം. മലയാള നാടിൽ മധുമുട്ടം എഴുതിയ കവിതയാണ് വരുവാനില്ലാരുമിങ്ങ് ഒരു നാളും ഈ വഴി അറിയാമെന്ന് പറഞ്ഞ് നല്ല രസമുള്ള പാട്ടാണല്ലോ. അത് അദ്ദേഹം കവിതയായിട്ട് മലയാള നാട്ടിൽ എഴുതിയതാണ്. തൻ്റെ കഥ, തൻ്റെ തിരക്കഥ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ അനുവാദം വാങ്ങാതെ ലക്ഷങ്ങൾ നേടിയപ്പോൾ ആയിരങ്ങൾ പോലും നൽകാതെ കൊള്ളയടിച്ചപ്പോഴും കേസിനും വ്യവഹാരത്തിനും ഒന്നും പോകാതെ തൻ്റെ കൊട്ടാരത്തിൽ, നേരത്തെ പറഞ്ഞ കൊച്ചു വീടില്ലേ, ആ കൊട്ടാരത്തിൽ ഒതുങ്ങിയ മനുഷ്യനായിരുന്നു മധുമുട്ടം. ഒരു സിനിമയുടെ റൈറ്റ് വേറൊരു ഭാഷയ്ക്ക് വിൽക്കുമ്പോൾ അത് 3ആയിട്ടാണ് പ്രധാനമായിട്ടും പങ്കിടാറ്. പ്രൊഡ്യൂസർക്കൊരു പങ്ക്, സംവിധായകനൊരു പങ്ക്, തിരക്കഥാകൃത്തിനൊരു പങ്ക്. കഥാകൃത്ത് വേറൊരാളാണെങ്കിൽ ആ തിരക്കഥാകൃത്തിൽ നിന്ന് ഒരു പങ്ക് കഥാകൃത്തിന് കൊടുക്കും. പക്ഷേ കഥയും തിരക്കഥയും എഴുതിയ മധുമുട്ടത്തിന് മണിച്ചിത്രത്താഴ് പറഞ്ഞ വിലയ്ക്ക് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ വിറ്റിട്ടും അദ്ദേഹത്തിന് അർഹതപ്പെട്ട കാശ് കൊടുത്തില്ല. ഔദാര്യം എന്ന കണക്ക് ഹിന്ദിയിൽ മാത്രം കഥാകൃത്തിൻ്റെ ടൈറ്റിലിൽ പേര് വെച്ചു. അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പ്രിയദർശൻ ഹിന്ദിയിൽ അത് ചെയ്തുകൊണ്ടായിരിക്കാം മലയാളിയായ മധുമുട്ടത്തിന് അറിയാം എന്നുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ കഥ എഴുതിയത്, ഈ തിരക്കഥ എഴുതിയത് മധുമുട്ടമാണ് എന്ന് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതുകൊണ്ടായിരിക്കണം പ്രിയദർശൻ അങ്ങനെ ചെയ്തത്. സിനിമയിൽ നിന്നും തന്നെ ആരും പിന്തുണയ്ക്കില്ല എന്നും കേസ് നടത്താൻ ലക്ഷങ്ങൾ ചെലവിടാൻ പാങ്ങില്ല എന്നുമൊക്കെ ആകാം അദ്ദേഹം കേസിനൊന്നും പോകാതെ പിന്മാറിയതിൻ്റെ കാരണം. കണ്ണേട്ടൻ മുതൽ ഭരതൻ എഫക്റ്റ് വരെ 5 ചിത്രങ്ങൾക്കേ മധുമുട്ടം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഭരതൻ എഫക്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതുമില്ല. ഒരു തിരക്കഥയ്ക്കായി പേനയിൽ മഷി നിറച്ചിട്ട് മധുമുട്ടം ഒരു തിരക്കഥയ്ക്ക് വേണ്ടി ഹരിശ്രീ കുറിച്ചിട്ട് 14 വർഷമായി. അതിലൊന്നും അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. തിരക്കഥ സിനിമയുടെ ബ്ലൂ പ്രിൻ്റ് ആണെന്നാണ് വിവരമുള്ളവർ പറയാറ്. സിനിമയിൽ എഴുത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന പക്ഷക്കാരനല്ല എന്നാൽ മധുമുട്ടം. നമ്മൾ എഴുതി വയ്ക്കുന്നത് എങ്ങനെ കാഴ്ചയായി തരുന്നു എന്നതാണ് കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലപ്പുറം ഒരു അവകാശവാദവും ഈ കക്ഷിക്കില്ല. അതാണ് മധുമുട്ടം എന്ന മനുഷ്യൻ്റെ മാന്യത. അടുത്ത കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ശവത്തിൽ കുത്തുകയാണെന്നൊന്നും വിചാരിക്കരുത്. മറുനാടൻ ഷാജൻ സ്കറിയ ആരെന്ത് പറഞ്ഞാലും
വർത്തമാനകാല കേരളത്തിൽ ശ്രദ്ധേയനാണ്. പ്രത്യേകിച്ച് CPM-നെതിരെയും പിണറായി വിജയനെതിരെയും എന്തും പറയുന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ക്രോസ് ചെക്കിംഗ് അതിനൊന്നും മെനക്കെടാതെ എന്താ പറയുക, വിഴുങ്ങുന്നവരാണ് മലയാളികളെന്ന് ഞാൻ പറയും. അതതിൻ്റെ താഴെ പോയി കമൻറ്റുകളൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം ഇപ്പോൾ രാജ്യസ്നേഹിയായ മലയാളിയാണ്. അദ്ദേഹം ആവശ്യത്തിന് അസ്ഥാനത്തുമൊക്കെ പറയും ഞാനൊരു രാജ്യസ്നേഹിയാണെന്ന്. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. തലയിൽ ആൾ താമസമുള്ളവർക്ക് ഈ രാജ്യസ്നേഹിയുടെ അർത്ഥം മനസ്സിലാവും. ഒരു കുഞ്ഞു ചാനൽ നടത്തുന്ന എനിക്കെതിരെ പോക്സോ കേസ് അടക്കമുള്ള വകുപ്പുകൾ ഇട്ടുള്ള കേസുകൾ എത്ര എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഷാജനെ പറ്റി പലപ്പോഴും ചിന്തിക്കും, എന്തുമാത്രം കേസുകളുണ്ടാകുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ LLB എടുത്തു. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നടത്തിക്കൊണ്ടുപോകാനുള്ള തുക പോലും കിട്ടാത്ത ഞാനും കോടികൾ പല വഴികളിലൂടെ നേടുന്ന ആളാണ് സാജൻ എന്ന ആനയും ആടും പോലുള്ള സാമ്പത്തിക അസമത്വമുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് മാസം വരുന്ന ലക്ഷങ്ങൾ എത്ര, നമുക്ക് വരുന്ന ആയിരങ്ങൾ എത്ര എന്ന് ആലോചിച്ചാൽ മതി. ചങ്കൂറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ നടന്നു പോകുന്നത്. വേറെ ആരാണെങ്കിലും അത് എന്നേ നിർത്തിപ്പോയേനെ. പിന്നെ എന്ത് ചെയ്യാം എന്നുറപ്പ് പറയുന്ന നമ്മുടെ പ്രേക്ഷകർ എന്തും ചെയ്യാം എന്നാണ് എന്നോട് പലരും പറയുന്നത്. ചേട്ടാ കാര്യങ്ങൾ പറ, ചേട്ടൻ പറയുന്നത് എന്ത് വേണോ ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് എനിക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് പറഞ്ഞാൽ മതി, നടപ്പിലാക്കുക. ഞാൻ ഒന്നും പറയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. സിനിമാക്കാർക്കും സിനിമാ സംഘടനയ്ക്കും പാർട്ടിക്കാർക്കും പാർട്ടിക്കും വേണ്ടാത്തവനായി ഞാൻ. എന്നാലും ഇങ്ങനെയൊക്കെ നമ്മൾ പോകുന്നത് സത്യസന്ധമായി ജീവിക്കുന്നു, നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ള ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് ദിനേശ് ജീവിച്ചിരിക്കുന്നത് സത്യത്തിൽ. കാരണം സിനിമയിലെ പൂർണ്ണമായും സിനിമാക്കാരെന്നെ ഒഴിവാക്കി. പരമാവധി എന്നെ കണ്ടാൽ അകന്നു പോകാൻ നോക്കും സിനിമാക്കാർ. സിനിമാ സംഘടനകളിലൊന്നും ഞാൻ ഇല്ല, എല്ലാത്തിനും രാജിവെച്ച് പോയല്ല. അതുപോലെ പാർട്ടിയിൽ നിന്ന് ഞാൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല, ഞാൻ രാജിവെച്ചു. എന്നിട്ട് പാർട്ടിക്കാരാണെങ്കിൽ എല്ലാവരും എന്നെ കാണുന്നത് ഒരു വിരോധിയായിട്ടാണ്. RSSനേക്കാളും മോശമായിട്ടാണ് എന്നെ കാണുന്നത്. കാരണം ഞാൻ പറയാനുള്ളത് പച്ചയ്ക്ക് പറയുമല്ലോ. ഷാജൻ അങ്ങനെയല്ല. വൻപന്മാരുടെയൊക്കെ വലിയ പിന്തുണയുണ്ട്. രാഷ്ട്രീയ നേതാക്കളിൽ, സിനിമാക്കാരിൽ, സാഹിത്യകാരന്മാരിൽ CPM-നെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഷാജസ്കറിയയുടെ പ്രിയപ്പെട്ടവരാണ്. ഞാൻ മറുനാടൻ്റെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു ഒരു കാലത്ത്. ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ, മലയാള മനോരമ പത്രം പോലെ കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു നല്ല കാര്യവും ഷാജനും പറയാറില്ല. അക്കാരണത്താൽ നേരത്തെ പറഞ്ഞ 2 എണ്ണത്തിന് ഉപേക്ഷിച്ചതുപോലെ മറുനാടനെയും ഒഴിവാക്കി ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ കാണാറില്ല. കാരണം അത് വെറും ഒരു പിണറായി ശത്രുത മാത്രം വെച്ച് ഏത് സ്റ്റോറിയും അങ്ങനെയാണല്ലോ സാജനും മനോരമയും ഏഷ്യാനെറ്റും ഒക്കെ ചെയ്യുന്നത്. ഷാജൻ ഉണ്ണി മുകുന്ദനെ പോലെയുള്ള നേരെപ്പോ അല്ലാത്ത, എന്നാൽ ഷാജനെ പോലെ രാജ്യസ്നേഹിയെ കൊണ്ടിരുത്തി കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ എന്നെ ഒന്നാക്കാൻ പറ്റിയ ചോദ്യം ചോദിച്ച് ഉത്തരം തേടുന്നതിൻ്റെ ക്ലിപ്പിങ്സുകൾ പലരും എനിക്ക് അയച്ചു തരാറുണ്ട്. ഷാജൻ്റെ ചാനലിൽ ഒരു അഭിമുഖം ചോദിച്ച് ഒരിക്കൽ എന്നെ ഒരാൾ വിളിച്ചു. മറുനാടൻ പോലുള്ള വലിയ ചാനലുകളിൽ വരാൻ തക്കവണ്ണം ഞാൻ വളരുമ്പോൾ വരാമെന്ന് മറുപടി കൊടുത്തു. ഞാൻ അല്ലാതെ പോയില്ല. ഇടയ്ക്ക് വീട്ടിൽ ഷാജൻ രാത്രി ഊണ് കഴിക്കുമ്പോൾ അവിടേക്ക് കയറി ചെന്ന പോലീസ് ലുങ്കി മാത്രം ഉടുത്ത ഷാജനെ GP കയറ്റി കൊണ്ടുപോയി. നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. വനിതാ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ നേരത്ത് പോലീസുകാർ കേണ അപേക്ഷിച്ചിട്ട് ഷർട്ട് ഇടിയിച്ചു. അദ്ദേഹത്തിന് അപ്പം തന്നെ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കുകയും ചെയ്തു. എനിക്കത് കണ്ടപ്പോൾ ഷാജനോട് വലിയ പാപം തോന്നി. ഒരാളെ 4 പേർ അറിയുന്ന ഒരാളെ രാത്രി വീട്ടിൽ നിന്നും ലുങ്കി മാത്രം ധരിച്ച രൂപത്തിൽ പിടിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ പോലീസ് ഇത്രയ്ക്കും അധപ്പതിച്ചോ എന്ന് തോന്നി എനിക്ക്. ഒപ്പം ഷാജനോട് പാവം എന്നും തോന്നി. ഞാനിത് ഒരു വലിയ പാർട്ടി സഖാവിനോടും ഒരു മോശമല്ലാത്ത റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടും ഈ വിഷയം സംസാരിച്ചു. പിണറായി അല്ലേ ഭരിക്കുന്നത്, K. കരുണാകരനല്ലല്ലോ എന്നൊക്കെ ഞാൻ ഇവരുടെ 2 പേരോടും പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ലുങ്കി മാറ്റി മുണ്ടും ഷർട്ടും ഇട്ട് വരാൻ പോലീസുകാർ പറഞ്ഞതാണ്. ഷർട്ടിട്ടാൽ കഴുത്തിൽ കിടക്കുന്ന കുരിശിട്ട കൊന്ത കാണില്ല, അതാണ് ഒരു പ്രശ്നം. K.
കേന്ദ്രം ഭരിക്കുന്നവർക്ക് ഒപ്പം നടക്കുമ്പോഴും ഞാൻ കുഞ്ഞാടാണ് എന്ന് ബോധ്യമാക്കണം ആക്ക് സാജന്. അത് ബുദ്ധിയുള്ളതുകൊണ്ടാണ്. ക്യാമറകളിൽ നിന്ന് സഹതാപം നേടുകയും വേണം. പിണറായിയുടെ പോലീസിനെ ജനം 4 നല്ല തെറി പറയുകയും വേണം. ഇതായിരുന്നു ഷാജൻ സാർ പറയാൻ വന്നത്. ഷാജൻ സ്കറിയയ്ക്ക് തൊടുപുഴയിൽ കിട്ടിയ തല്ലിനെ പറ്റിയാണ്. ഇപ്പോൾ 2 നാൾ മുമ്പ് ഇന്നലെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനാണ് ഷാജൻ മാങ്ങാട്ടുകവല എന്ന സ്ഥലത്ത് എത്തിയത്. സന്ധ്യയ്ക്ക് 6:45 ഷാജൻ കാറിൽ ഓടിച്ചു പോകുമ്പോൾ ഒരു ജീപ്പ് കൊണ്ടുവന്ന്, ജീപ്പല്ല താർ എന്ന് പറഞ്ഞ ജീപ്പ് കൊണ്ടുവന്ന് ഉരച്ചു. ഷാജൻ അപാര ബുദ്ധിമാനായതിനാൽ കാറിൽ ഉരച്ചു എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം ഇറങ്ങിയില്ല കാറിൽ നിന്ന്. ജീപ്പിൽ വന്നവർ 5 പേരുണ്ടെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നു 3 പേരുണ്ടായിരുന്നു. ഷാജൻ്റെ കാറിൻ്റെ ഡോർ തുറന്ന് തുരുതുരെ ഇടിച്ചു എന്നാണ് കേസ്. അപ്പോൾ തന്നെ പോലീസ് ഷാജനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. എന്നാൽ നോക്കിയപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഷാജൻ അങ്ങനത്തെ ഒരു പരിക്കും പറ്റിയതുപോലെ അല്ലാതെ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഡയലോഗ് അടിക്കുന്നു, എന്നെ എങ്ങനെയാണ് ആക്രമിച്ചതെന്നൊക്കെ പറയുന്നു. പക്ഷേ ആ മൂക്കിൽ നിന്ന് ചോര വന്നു, നെഞ്ചിലൊക്കെ ഇടിച്ച് കലക്കി, എന്നെ കൊങ്ങയ്ക്ക് പിടിച്ചു എന്നൊക്കെ ഷാജൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. കൊലപാതക ശ്രമത്തിന് 5 പേരുടെ പേരിൽ കേസും ചാർജ് ചെയ്തു. പിണറായി പറഞ്ഞിട്ടെന്നാവും ഇനി സ്റ്റോറിയിൽ സ്വാഭാവികമായും പറയുക. എന്നാൽ ഒരു മുൻ DYFI ഭാരവാഹിയുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അധിക്ഷേപകരമായ വാർത്ത ഷാജൻ കൊടുത്തു. ആ പക മുന്നിൽ വന്ന് ചാടിയപ്പോൾ കൊടുത്തു തീർത്തു എന്നാണ് പോലീസും മാത്യു കൊല്ലപ്പള്ളി എന്ന DYFIക്കാരനും പറയുന്നത്. ഈ മാത്യു കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ ആളാണ് ഷാജന് നന്നായിട്ട് അടി കൊടുത്തതെന്ന് പറയുന്നു. കൊല്ലപ്പള്ളിയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു. വരുന്നതിൻ്റെ ബാക്കി വരുമ്പോൾ വരുന്നിടത്ത് കാണാമെന്ന് പരസ്പരം കൈമാറിയ ധൈര്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവന് ആശംസകൾ എന്നാണ് ഒരു കൂട്ടുകാരൻ്റെ ഫോട്ടോ ഇട്ടിട്ട് എഴുതിയിരിക്കുന്ന വരികൾ. അടുത്ത വരി, മണ്ണിനടിയിൽ പോവാൻ ഭയമില്ലാത്തൊരു മണ്ണിന് മുകളിൽ ഒരു കോട്ട കെട്ടിപ്പടുത്തും എന്നും തോറ്റെന്ന് വിധി എഴുതിയവർക്ക് മുന്നിലും താങ്ങാനാവാൻ ആളുണ്ടാവില്ലെന്ന് പ്രതീക്ഷിച്ചവർക്ക് മുന്നിലും തീർന്നോളും എന്ന് ആശ്വസിച്ച ആളുകൾക്കിടയിലും വളരാൻ വേരറ്റ് പോയെന്ന് ഓർത്തോക്കുമിടയിലും ചിരിക്കാൻ പറ്റുന്നതാണ് ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയും ധൈര്യവും എന്നാണ് കൊല്ലപ്പള്ളി എഴുതിയിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം എഴുതിയിരിക്കുന്നു, എനിക്കിഷ്ടപ്പെട്ടൊരു വരിയാണ് അടുത്തത്. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ വള്ളത്തിൽ പോവാൻ പ്രാപ്തനാക്കിയ SFIക്ക് നന്ദി എന്നാണ് കൊല്ലപ്പള്ളി എഴുതിയിരിക്കുന്നത്. അപ്പോൾ DYFI SFIക്കാരനാണെന്ന് അയാൾ പരസ്യമാക്കിയിട്ടുണ്ട്. വിവാഹ പാർട്ടി പോയ വാഹനങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് താർ കാർ നുഴഞ്ഞു കയറി ഷാജൻ്റെ കാറിൽ ഉരച്ച് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടുവെന്ന് ഷാജൻ തന്നെ പറയുന്നു. വണ്ടിയിൽ ആരെങ്കിലും കൊണ്ട് തട്ടിയാലും കാറിൽ നിന്ന് ഇറങ്ങരുതെന്ന് ഉപദേശം തന്നിട്ടുള്ളതിനാൽ ഷാജൻ ഇറങ്ങിയില്ല. അപ്പോൾ ഇനി ഞാൻ കാർ ഓടിക്കുമ്പോൾ ഞാനിത് ശ്രദ്ധിക്കണം. നമ്മുടെ കാറിൽ മനഃപൂർവ്വം ഒരാൾ കൊണ്ട് ഉരച്ചാൽ ഇടിച്ചാൽ നമ്മൾ കാറിനകത്ത് തന്നെ ഇരിക്കണം, ഇറങ്ങരുത്, കാറിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങരുത്, അപകടമാണെന്ന് ആരോ ഷാജനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് മാത്യു കൊല്ലപ്പള്ളി എന്നയാൾ എന്നെ തെറി വിളിച്ചു, ഇടിച്ചു എന്നാണ് ഷാജൻ്റെ ഭാഷ്യം. അറ്റാക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയാം, എന്നെ എവിടെയെങ്കിലും വെച്ച് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാമെന്ന് ഷാജൻ പറയുന്നു. എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് നീ ചാവട എന്ന് പറഞ്ഞുവെന്നും ഷാജൻ പറയുന്നു. സംസ്ഥാന CPM നേതൃത്വം പറഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല, പ്രാദേശിക നേതൃത്വം പറഞ്ഞിരിക്കും. കൊല്ലുക എന്ന നിർബന്ധ ബുദ്ധിയോടെ വന്നതാണവർ എന്നൊക്കെ ഷാജൻ വെച്ച് കാച്ചുന്നു. വിവാഹ പാർട്ടി പോകുന്ന കോൺവേയിൽ നുഴഞ്ഞ് കയറിയിട്ട് പട്ടാപ്പകൽ ആരെങ്കിലും കൊല്ലണമെങ്കിൽ വന്നവർ അല്ലെങ്കിൽ വന്നവൻ മണ്ടനോ പൊട്ടനോ ആയിരിക്കണ്ടേ ഷാജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ രാത്രിയുടെ മറപറ്റിയല്ലോ യാത്ര ചെയ്തത്. പട്ടാപ്പകൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് വരിയായിട്ട് പോകുന്ന കാറുകൾക്കിടയിൽ നിങ്ങളുടെ കാറിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഉരച്ചപ്പോൾ നിങ്ങളെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് വന്ന കൊട്ടേഷൻ ടീമാണെന്ന് എങ്ങനെ പറയും ഷാജ? അങ്ങനെയൊന്നും ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ലുങ്കിയിൽ പോലീസ് പൊക്കിയതുപോലെ തന്നെ കൊങ്ങാക്കി പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കഥയും കേരളത്തിലെ ഒരു പത്രവും അത് ആഘോഷിച്ചില്ല എന്നുള്ളതാണ്. ഈ ഷാജനോട് പത്രങ്ങൾക്കും വിരോധമാണെന്ന് തോന്നുന്നു. ഒരു കഥ കൂടി പറഞ്ഞ്
സിനിമ ഡയറി അവസാനിപ്പിക്കാം, അല്ല വാരഫലം അവസാനിപ്പിക്കാം. നല്ല അഭിനേത്രിയാണ് സീമാജി നായർ. എൻ്റെ ഒരുപാട് കാലത്തെ നല്ല സ്നേഹിതയാണ്. എനിക്ക് കാലടി ഓമന ചേച്ചി എന്ന് പറഞ്ഞ നടി സംബന്ധം ആലോചിച്ച പെൺകുട്ടിയാണ്. ഞാൻ ഇതിനെ വിളിച്ചു ചോദിക്കണല്ലേ, എടാ മോനെ മക്കളെ, എന്നെ മക്കളെ എന്നാണ് കാലടി ഓമന വിളിക്കുന്നത്. ഓമന ചേച്ചി പറഞ്ഞു, ഞങ്ങളെ മോഹപക്ഷികൾ എന്ന സീരിയൽ അടക്കുമ്പോൾ വൈകുന്നേരം നല്ല വെന്തുടഞ്ഞ മരിച്ചീനി അവിച്ചത് മുളക് കറിയായിട്ട് കൊണ്ടുവന്നു. അതാണ് വൈകുന്നേരത്തെ ഭക്ഷണം. അപ്പോൾ എറണാകുളത്ത് എനിക്ക് സ്ഥലം പറയാറില്ല, 4 ചുറ്റും പുഴയുള്ളതിൻ്റെ നടുക്കുള്ളൊരു വീട്ടിലാണ് ഷൂട്ടിങ്, സായി കുമാറിൻ്റെ വീടായിട്ട്. അവിടെ മണലിലിരുന്ന്, മുറ്റത്തെ മണലിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ, ഓമന ചേച്ചി, സീമ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓമന ചേച്ചി എന്നോട് പറഞ്ഞാണ്, മക്കളെ എടാ നല്ല പെണ്ണാണ്ട എവളെ നീ കെട്ട് പറഞ്ഞു. അപ്പോൾ സീമ നാണത്തോടെ എന്നെ നോക്കി. ഞാനൊരു ചിരി അങ്ങ് ചിരിച്ചു. എന്ത് മക്കളെ എന്നിട്ട് വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കണോ എന്ന് ഓമന ചേച്ചി ചോദിച്ചു. അവനെ അമ്മയോട് ചോദിക്കണ്ട ചേച്ചി, സിന്ധുവിനോട് ചോദിക്കണോ എന്ന് പറഞ്ഞു. ആര് സിന്ധു? ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ. മക്കളെ നീ പെണ്ണ് കെട്ടിയവനാണ്. അങ്ങനെ എനിക്ക് ആലോചിച്ച പെണ്ണാണ് സീമ. എൻ്റെ അടുപ്പക്കാരനായി പിന്നീട് മാറിയ നാടകരംഗത്തെ MGR എന്ന് ഗണേശൻ വിളിക്കുന്ന സതീഷ് സംഘമിത്രയോട് മോശമല്ലാത്ത ഒരു പരദൂഷണം പറഞ്ഞു കൊടുത്ത് പരസ്പരം പരിചയമില്ലാതിരുന്ന ഞങ്ങളെ നല്ല സുഹൃത്തുക്കളാക്കിയ ആളാണ് സീമ. ഒരു പരദൂഷണം പറഞ്ഞു കൊടുത്തു സതീഷ് സംഘമിത്രയോട്. ഞാനത് പറയുന്നില്ല. പക്ഷേ സീമ കരുതിയില്ല സംഘമിത്ര എന്നെ നേരിട്ട് വിളിക്കുന്നു. സംഘമിത്ര എന്നെ വിളിച്ചിട്ട് ആ വിഷമം പറഞ്ഞു. എന്നാലും താങ്കൾ എന്നെ നിങ്ങൾക്ക് പരിചയമില്ല, എന്തിനാണ് എന്നെ ദ്രോഹിച്ചതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ കാരണസഹിതം പറഞ്ഞു കൊടുത്തു. അന്ന് മുതൽ സതീഷ് സംഘമിത്ര എൻ്റെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ ഞങ്ങളെ പരിചയപ്പെടാൻ അവസരം ഉണ്ടാക്കി തന്നത്, ഒരു നുണ പറഞ്ഞിട്ടാണെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തന്നത് സീമയാണ്. കുട്ടിപ്രായത്തിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ആളാണ് സീമ. ദാരിദ്ര്യവാസി വേഷങ്ങൾ മാത്രം സിനിമാക്കാർ കൊടുക്കുന്നതിനാൽ നല്ല നല്ല വേഷങ്ങൾ ധരിച്ച് അർമാദിക്കുന്ന ആളുമാണ് സീമ. സിനിമയിലെല്ലാം കറുത്ത നൂലും കെട്ടി ലുങ്കി കൊടുത്തല്ലേ വിടറേ. അത് തീർക്കുന്നത് നല്ല വില കൂടിയ നല്ല കളർഫുള്ളായ ഡ്രസ്സിട്ടാണ് സീമ സ്വകാര്യ ജീവിതത്തിൽ നടക്കുന്നത്. ഞാൻ സീമയെ ഉപദേശിക്കാറില്ല. എന്നാൽ സീമ ഏതെങ്കിലും കാര്യം എന്നെ ഉപദേശിച്ചാൽ ഞാൻ അക്ഷരം പ്രതി അത് കേൾക്കുന്നവനാണ്. ഞാൻ അപ്പം അംഗീകരിക്കും. ഇല്ല സീമ അത് ചെയ്യില്ല എന്ന് പറയും. സീമ അങ്ങനെ എന്നെ വിളിച്ച് ചില ഉപദേശങ്ങൾ തരും. സീമയെ പറ്റി പൊട്ടിച്ചിരിക്കാവുന്ന നിരവധി കഥകൾ എനിക്ക് പറയാനാവും. ഇവിടെ തിരുവനന്തപുരത്ത് മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ് TV രംഗത്തുള്ള ടെക്നീഷ്യന്മാരുടെയും പ്രൊഡ്യൂസർമാരുടെയും ഒരു സംഘടന ഉണ്ടല്ലോ. അതുപോലെ തന്നെ ആത്മ എന്ന് പറഞ്ഞ് മലയാളത്തിലെ സീരിയൽ താരങ്ങൾക്കുള്ള അഭിനേതാക്കൾക്കുള്ള ഒരു സംഘടനയുണ്ട്. കുറേ കാലം, തുടക്കം മുതൽ കുറേ കാലം രണ്ടിൻ്റെയും ചെയർമാൻ ഗണേശനായിരുന്നു. അപ്പോൾ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവാണ് ആത്മയുടെ ജനറൽ സെക്രട്ടറി. രണ്ട് സംഘടനകളുടെയും ഒരു സംയുക്ത അടിയന്തര മീറ്റിംഗ് തിരുവനന്തപുരത്ത് വച്ചു. എല്ലാവരും എത്തി. മേശയ്ക്ക് ചുറ്റും കസേരകൾ കിടപ്പുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ. അമ്മയിലെയും ടെലിവിഷൻ പെട്ടൻറ്റിലെയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേര ചുറ്റിനും ഇട്ടിട്ടുണ്ട്. അതിലെങ്ങനെയോ ഒരു കസേര, ഒരു രാജകീയമായ ഒരു കസേരയാണ്, നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം കസേര. ഫ്രറ്റേണിറ്റിയുടെ നേതാക്കൾ ആരുമല്ല ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യൻ. ആത്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനാണ് ആ യോഗ്യത ഉള്ളതെന്ന് സീമ അങ്ങ് ഉറപ്പിച്ചു. ആ കസേര സീമ കണ്ണുകൊണ്ട് കാണിച്ചു. ആരോട്? ബാബുവിന് കാണിച്ചിട്ട് അവിടെ ഒന്നിരിക്കാൻ പറഞ്ഞു. ഇവിടെ ഒന്നിരിക്കാൻ. അതിൽ കയറി ചിലപ്പോൾ ശ്രീമു സുനിതാനോ ബാബചിത്ര ജയകുമാറോ അതുപോലുള്ള ആരെങ്കിലുമൊക്കെ കയറി അലവലാദികൾ കയറി ഇരിക്കാൻ പാടില്ല. ഇത് ആത്മയുടെ നേതാവ് തന്നെ ഇരിക്കണമെന്ന് സീമയ്ക്കൊരു മോഹം. അപ്പോൾ സീമ അന്ന് ഇടവേള ബാബുവിന് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത രംഗം വേണം കാണാൻ. ഞങ്ങൾ ഒരുപാട് കാലം ഫെറ്റേണിറ്റിയുടെ മീറ്റിംഗ് കൂടുമ്പോൾ സീമയുടെ കണ്ണ് കൊണ്ടുള്ള ആക്ഷൻ കാണിച്ച് ചിരിക്കുമായിരുന്നു എല്ലാവരും. കാരണം ഞങ്ങളെല്ലാം കണ്ടു. സീമ വിചാരിക്കുന്നത് ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല എന്നാണ് സീമ വിചാരിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് കോമഡി സീമ ചെയ്യും. സീമ അടുത്തിടെ ഒരു കോൺഗ്രസ്സുകാരിയായി മാറാൻ തയ്യാറെടുക്കുന്നോന്നൊരു സംശയം എനിക്ക് തോന്നുന്നു. കാരണം വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് എറണാകുളം കോർപ്പറേഷനിലേക്ക് ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കാനൊക്കെ തയ്യാറെടുക്കുകയാണെന്ന് എനിക്കറിയില്ല. നിയമസഭയിലൊന്നും കൊടുക്കില്ല. കാരണം നിയമസഭയിലൊക്കെ ഒരു നിയമസഭയിൽ തന്നെ ഒരു 100 പേര് സ്ഥാനാർത്ഥിയാവാൻ ഉടുപ്പടിച്ച് നടക്കുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അപ്പോൾ ചിലപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കാൻ സീമ റെഡിയാവുന്നോ എന്ന് എനിക്കൊരു സംശയം. കാരണം സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ സീമ ഇപ്പോൾ കോൺഗ്രസിനെ ഇങ്ങനെ നെയ്യിട്ട് പുരട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. സീമ പറയുന്നത് ഒരു മുഖ്യമന്ത്രിയെ
അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ചേർത്ത് നട്ടാൽ കുരുക്കാത്ത നുണബോംബ് പൊട്ടിച്ചു കേരളത്തിൽ എന്നാണ് പറയുന്നത്. ജനകീയ മുഖ്യമന്ത്രിയിൽ നിന്ന് ആഭാസനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റിയത്രേ. അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ മണിക്കൂറുകൾ ഈ വയസ്സായ മനുഷ്യൻ ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നു പോയി എന്നാണ് സീമ എഴുതിയിരിക്കുന്നത്. സീമ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ ശിശുവായിരിക്കണം, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് മുമ്പ് ഒരു മുഖ്യമന്ത്രിയെ ചാരൻ ഇവർ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മുമ്പ് ഒരു മുഖ്യമന്ത്രിയെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ഒരു സിനിമാ പ്രോഗ്രാമിന് കാർഗിൽ സന്ധ്യ നടത്തുമ്പോൾ, ഇതുപോലൊരു സന്ധ്യയ്ക്ക് നടത്തുമ്പോൾ ചാരൻ എന്ന് വിളിച്ച് അവഹേളിച്ച് പുറത്താക്കിയിട്ടുണ്ട് കേരളത്തിൽ. അത് സീമയ്ക്ക് അറിയാമോ എന്നെനിക്കറിയില്ല. ഭരിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് ഘടകകക്ഷികളെ കൂട്ടുപിടിച്ച് ഒരു ആദർശ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കിയിട്ടുണ്ട് കൂട്ടുകാരൻ കേരളത്തിൽ. ഇങ്ങനെ പറയുകയാണെങ്കിൽ സീമ പറയുന്ന പാവത്താനായ മുഖ്യമന്ത്രിയെ പറ്റി, പാവം അങ്ങേര് മരിച്ചുപോയി, നമ്മളത് പറയുന്നത് ശരിയല്ലെങ്കിൽ സീമ പറഞ്ഞുകൊണ്ട് പറയാണ്, സീമ വിചാരിക്കുന്ന അത്ര പാവമായിരുന്നില്ല ആ മുഖ്യമന്ത്രി. അതുപോലെ മുഖ്യമന്ത്രി സദാചാര വിരുദ്ധനെന്ന് പരസ്യമായി പറഞ്ഞതും ലുങ്കിയെടുത്ത് വേണ്ടാത്ത രീതിയിൽ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എതിരാളികളല്ല സീമ, അത് സീമയ്ക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. അന്ന് കൂടെ ഉണ്ടായിരുന്ന ചീഫ് വിപ്പായിരുന്ന മഹാനാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. കുറ്റ ആരോപിതനായ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ വച്ച അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വന്നു. അത് അദ്ദേഹത്തിൻ്റെ ഗതികേടായിരിക്കും, പക്ഷേ അദ്ദേഹം വെച്ച അന്വേഷണ കമ്മീഷനാണ്. എന്നിട്ട് ആ കമ്മീഷൻ എന്ത് പറ്റി? ഈ പാവപ്പെട്ട മുഖ്യമന്ത്രി വെച്ച അന്വേഷണ കമ്മീഷൻ്റെ തലവൻ പറഞ്ഞത് മുഖ്യമന്ത്രി തെറ്റ് ചെയ്തു എന്നാണ്. ഇതൊന്നും സീമയ്ക്ക് അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. സീമ പറയുന്ന മറ്റേ പാർട്ടിയല്ല. പിന്നെ ഇപ്പോൾ സീമ പൊങ്കാല ഇടുന്നത് എന്താ പറയുക, മാങ്ങേണ്ടി ഒരു ചെറുക്കൻ ഇവിടെ ഇപ്പോൾ ഒരു കുഴപ്പം കാണിച്ച് ആ കുളമായി കിടക്കുകയാണല്ലോ. അപ്പോൾ ആ പയ്യനെ തേച്ച് കുളിപ്പിച്ചെടുത്ത് ബാലഗോപാലിന് എണ്ണ തേക്കാനെന്നൊക്കെ പറയുമ്പോൾ സീമ ഇങ്ങനെ സുഖിപ്പിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. അതാണിപ്പോൾ പൊങ്കാലയായി കിടക്കുന്നത്. അപ്പോൾ സീമ പറയുന്ന, സീമയ്ക്ക് ആ പയ്യനെ ന്യായീകരിക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. സീമ ന്യായീകരിക്കുന്നത് തെറ്റാണ്, അത് സീമയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു പെങ്കൊച്ചിൻ്റെ വയറ് വീർപ്പിച്ചിട്ട് താൻ വലിപ്പിച്ചിട്ട് നീ പൊയ്ക്കോ, ഞാനതിനെ വളർത്തി എന്താ പറയുക ജീവിച്ചോളാം എന്ന് പറയുന്ന ആ പാവം പെണ്ണിനെ നീ എൻ്റെ വയറിലും വീപ്പിച്ചു. ശരി, നീ പൊയ്ക്കോ, നിൻ്റെ രാഷ്ട്രീയത്തിൽ നിനക്ക് വലിയ നേതാവാണെങ്കിൽ പൊയ്ക്കോ. നീ ഇങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചാലോ, നീ പൊയ്ക്കോ. ഞാൻ ആ കുട്ടിയെ വളർത്തും, അതിൻ്റെ തന്ത നീയാണെന്ന് പറയില്ല, ഞാൻ അതിനെ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ ആ പെണ്ണിനെ എനിക്ക് നിമിഷ നേരം മതി നിന്നെ ഞെക്കിക്കൊല്ലാൻ എന്ന് പരസ്യമായി പറയുകയും പിന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്രം അപകടകരമായ രീതിയിൽ നടത്തിച്ചതും ഒക്കെ പുറത്തു വന്നത് മറ്റേ പാർട്ടി അല്ല ചെയ്തത് സീമ. അതെന്താ സീമയ്ക്ക് മനസ്സിലാവാത്തത്? സീമ CPM എന്ന് പറയുന്നില്ല, BJP എന്ന് പറയുന്നില്ല, മറ്റേ പാർട്ടി എന്ന് പറയുന്നുള്ളൂ. ഈ മറ്റേ പാർട്ടി അല്ല ഇതൊക്കെ പുറത്തു വിട്ടത് എന്ന് സീമ മനസ്സിലാക്കേണ്ടതാണ്. മറ്റേ പാർട്ടിയുടെ ചാനലുമല്ല ഈ വാർത്ത പുറത്തു വിട്ടത്. നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ കേരളത്തിൽ ആരാണ് ആ ഫോൺ സംഭാഷണം പുറത്തു വിട്ടതെന്ന്. പക്ഷേ നന്നായി സീമ, നീയാണ് പെണ്ണെന്ന് ഞാൻ പറയും. കാരണം ഒരു പ്രേമിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. ബുദ്ധിയുള്ളവർ പ്രേമിച്ചിട്ട് വരിഞ്ഞളയും, വേറെത്തിനെ കെട്ടും. 10-20 വർഷം കീപ്പിനെ പോലെ നടന്നിട്ട് ഞാൻ വേറെ കല്യാണം കഴിച്ച് പോവാണ്, കാരണം നിങ്ങൾക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ, ഞാൻ പിരിഞ്ഞു പോവാം, നിങ്ങൾ കഴിഞ്ഞ 10-20 വർഷം എന്നെ കൊച്ചു പ്രായം മുതൽ ഇതുവരെ ഉപയോഗിച്ചതിന് ഒരു 10-40 പവൻ്റെ സ്വർണം വാങ്ങിച്ചതാ, ഞാൻ അതൊക്കെ ഇട്ടുകൊണ്ട് വേറെ തന്നെ ഒരു മണ്ടനെ കെട്ടി പൊയ്ക്കോളാം എന്ന് പറയുന്നപ്പം ബുദ്ധിയുള്ള പെമ്പിള്ളേരുണ്ട് ഈ നാട്ടിൽ. അതുപോലെ തന്നെ പോടാവട്ടി നിന്നെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്നവരുമുണ്ട് ചുരുക്കത്തിൽ. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വശീകരിച്ച് അതേ സമയത്ത് തന്നെ ഒരു ഫോൺ വെച്ച് തന്നെ 10 പേരെ പ്രേമിക്കുകയാണ് ഒരേ സമയത്ത്. ബോയെങ്കിലും മോഹൻലാൽ പ്രേമിക്കും പോലെ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ പ്രേമിച്ചിട്ട് ഒരുത്തി ഗർഭിണിയായി എന്ന് പറഞ്ഞപ്പോൾ അത് അബോർട്ട് ചെയ്യണമെന്ന് വാശി പിടിക്കുകയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ, ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലില്ല എന്ന് പറയുമ്പോൾ നിമിഷ നേരം മതിയടി നിന്നെ ഒരു ഞെക്കിൽ കൊല്ലാൻ എനിക്കറിയാമെന്ന് പറയുന്ന ഒരു പയ്യനെ സീമ ന്യായീകരിക്കുന്നത് തെറ്റൊന്നുമില്ല. സീമയ്ക്ക് ആ സംസ്കാരമായിരിക്കാം, അങ്ങനെ ആവട്ടെ. അതിൻ്റെ താഴെ വന്ന് പൊങ്കാലിടുന്നവർക്ക് സീമ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. പക്ഷേ അല്പം കടന്ന കൈയായിപ്പോൾ ഈ സീമ എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ കോർപ്പറേഷനിലൊക്കെ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, കേരളത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ കുറച്ച് പഠിക്കണം. അല്ല എങ്കിൽ
മറ്റേ ഒരു പാവം മുഖ്യമന്ത്രിയെ പറഞ്ഞതുപോലെ മണ്ടത്തരങ്ങൾ വീണ്ടും വീണ്ടും എഴുന്നള്ളിക്കും. അങ്ങനെ ചെയ്യരുത്. നന്നായിട്ട് രാഷ്ട്രീയം പഠിച്ചിട്ട് വേണം പറയാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ഗണേശനുമായിട്ട് പഴയ ചങ്ങാത്തമില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മന്ത്രിയായ ശേഷം ഗണേശനുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടനെ, പക്ഷേ കാണാനില്ല. എനിക്ക് തോന്നുന്നു ഫെറ്റേണിറ്റിയിൽ അല്ല ആത്മയിലും ഇപ്പോൾ സീമ ഇല്ലയെന്ന് തോന്നുന്നു, ആക്റ്റീവായിട്ട് ഇല്ലയെന്ന് തോന്നുന്നു. എല്ലാവരുടെയും പിണങ്ങി പോകുന്ന ഒരു സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്നു സീമ. ഇതുവരെ എൻ്റെ പിണങ്ങിയിട്ടില്ല. ഞങ്ങളൊരു 10-20 വർഷമായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സീമയെ ഒരു കാര്യം ഉപദേശിക്കാറില്ല, എൻ്റെ ഉപദേശം കേൾക്കാറുമില്ല. ഞാൻ സീമ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കാറുണ്ട്, നടപ്പിലാക്കാറുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. സിനിമാ ഭാരഫലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.